സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം. ഗേറ്റിന് വെളിയിൽ മങ്ങിയ വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ജയമോഹൻ്റെ മുഖത്തെ ഭാവമാറ്റം സതീശൻ വ്യക്തമായി കണ്ടു. സാർ എന്താ ഒന്നും പറയാതെ? ജയമോഹൻ്റെ നിശബ്ദത കണ്ട് അവൻ ചോദിച്ചു. എത്ര രൂപ വേണമെന്നാ നീ പറഞ്ഞത്? 10 ലക്ഷം. എന്താ സ്ത്രീധനമായിട്ടാണോ? പരിഹാസത്തോടെ ജയമോഹൻ ചോദിച്ചു. എങ്ങനെ വേണമെങ്കിലും സാറിന് വിചാരിക്കാം. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ? 10 ലക്ഷം എന്നൊക്കെ പറയുന്നത് വെറും പുല്ലാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ സാർ നോക്കുന്നേ? പ്രസന്ന സത്യസ്ഥിതി അവനോട് പറഞ്ഞു കാണുമോ? അയാൾ ഒന്ന് സംശയിച്ചു. അതുകൊണ്ടാണോ അവൻ 10 ലക്ഷത്തിൽ കയറി പിടിച്ചിരിക്കുന്നത്? ഒരാഴ്ചയ്ക്കകം നീ അവളെ കല്യാണം കഴിക്കണം, ജയമോഹൻ നിബന്ധന വെച്ചു. ഞാൻ അവളെ കല്യാണം കഴിക്കും. അതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വേണോ അതോ 1 മാസം കഴിഞ്ഞോ മതിയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സാർ വേഗം കാശുതാ. തർക്കിച്ചു നിൽക്കാൻ എനിക്ക് ടൈമില്ല. ഉത്തരവും മട്ടിലുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ ജയമോഹൻ്റെ മുഷ്ടികൾ അറിയാതെ ചുരുണ്ടു. ഒറ്റപ്പിടിക്ക് അവൻ്റെ കഴുത്ത് ഞെരിച്ച് കളയാനുള്ള മനസ്സിൻ്റെ കുതിപ്പ് അയാൾ പണിപ്പെട്ട് അടക്കി. നീ ഇവിടെ നില്ല്, അയാൾ പറഞ്ഞു. സാറ് പോയിട്ട് വേഗം വാ. രാത്രിയിൽ എനിക്കൊരു ഓട്ടമുണ്ട്. വീട്ടിൽ ചെന്ന് വല്ലതും കഴിച്ചിട്ട് വേണം. സതീശൻ അക്ഷമനായി. അവനെ ഒന്ന് നോക്കിയിട്ട് ജയമോഹൻ ധൃതിയിൽ വീട്ടിലേക്ക് കയറിപ്പോയി. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ പിടിപ്പിച്ചിട്ട് സതീശൻ ആദ്യത്തെ പുക ഉള്ളിലേക്ക് വലിച്ചെടുത്തു. 10 ലക്ഷം ചോദിച്ചത് തീരെ കുറഞ്ഞു പോയോ എന്ന് അവന് അപ്പോൾ പെട്ടെന്നൊരു ചിന്തയുണ്ടായി. 15 ചോദിച്ചാലും ചിലപ്പോൾ കിട്ടിയേനെ. നാളെ കല്യാണമാണ്. ചടങ്ങിൽ അലങ്കോലമുണ്ടാകാതിരിക്കാൻ അയാൾ ഇപ്പോൾ എന്തു ചോദിച്ചാലും തരും. ഒരു 12 ലക്ഷമെങ്കിലും ചോദിക്കാമായിരുന്നു. സതീശൻ സിഗരറ്റ് വലിച്ചു തീരാറായപ്പോഴാണ് ജയമോഹൻ വന്നത്. അയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു ചെക്കുണ്ടായിരുന്നു. ഇവനെ എത്രയും വേഗം പറഞ്ഞു വിടണം. ഗസ്റ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ മുൻപിൽ വെച്ച് അവൻ അലമ്പ് വല്ലതും ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് എല്ലാവരും അറിയും. പക്ഷേ ജയമോഹൻ ഒരു മണ്ടനല്ലെന്ന് അവനെ അറിയിച്ചേ പറ്റൂ. ഇത് 1.5 ലക്ഷം രൂപയുടെ ചെക്കാണ്. നാളെ ഞായറാഴ്ചയല്ലേ? ബാങ്ക് അവധിയാണ്. മറ്റന്നാൾ നീ ഈ ചെക്ക് ബാങ്കിൽ കൊണ്ടു ചെന്ന് കൊടുത്താൽ 1.5 ലക്ഷം കിട്ടും, അയാൾ പറഞ്ഞു. സതീശൻ പെട്ടെന്ന് ആ ചെക്ക് വാങ്ങി 2ആയി മടക്കി ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചു. ഇത് പോരാ സാറേ, എനിക്ക് രൂപ 10 ലക്ഷം തരണം, അവൻ ആവശ്യപ്പെട്ടു. ജയമോഹൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തൊടുത്തു. പുതിയ SI ശരശ്ചന്ദ്രൻ ആരാണെന്ന് നിനക്കറിയാമോ? കോളേജിൽ ഞാൻ അവനെ പഠിപ്പിച്ചതാ. മൊബൈൽ എടുത്ത് ഞാനൊന്ന് വിളിച്ചാൽ മതി. അവൻ പാഞ്ഞു വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ട് പോകും. പിന്നെ 7 ദിവസം കഴിഞ്ഞേ നീ പുറം ലോകം കാണൂ. മര്യാദയാണെങ്കിൽ മര്യാദ. നീ വാക്ക് തെറ്റിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. തൽക്കാലം നീ പോ, അയാൾ മുന്നറിയിപ്പ് കൊടുത്തു. സതീശൻ അയാളുടെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കി. അവളുടെ ഗർഭം ഏറ്റെടുക്കാൻ ഈ 1.5 ലക്ഷം പോരാ സാറേ. SIയുടെ പേര് പറഞ്ഞ് സാറിനെ വിരട്ടാൻ നോക്കിയല്ലോ. അങ്ങനെ വിരളുന്നവനല്ല ഈ സതീശൻ. സാറ് നോക്കിക്കോ. നാളെ മുഹൂർത്തത്തിന് കുറച്ചു മുൻപേ സതീശൻ കല്യാണ മണ്ഡപത്തിലേക്ക് ഒരു വരവ് വരും. പ്രസന്നയുടെ ഗർഭം ഏറ്റെടുക്കാൻ 1.5 ലക്ഷം പോരാ എന്ന് എഴുതിയ പ്ലക്കാർഡും പിടിച്ചോണ്ട്. 10 ലക്ഷം തരാതെ നാളെ ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തിക്കില്ല സാറേ. സതീശൻ തിടുക്കത്തിൽ ഓട്ടോയിൽ കയറിയത് ഓടിച്ചുപോയി. വീട് ഉത്സവ ലഹരിയിലാണ്. എല്ലാവരും ആഹ്ലാദിക്കുകയാണ്. പക്ഷേ ജയേട്ടാ, എന്തു പറ്റി? എന്താ മുഖത്തൊരു സന്തോഷക്കുറവ്? വിശാലാക്ഷി അമ്മയുടെ അനുജത്തി സുമംഗലയുടെ മകൻ പ്രേം വന്ന് ചോദിച്ചു. ഒന്നുമില്ല പ്രേം. ജയമോഹൻ കോണിപ്പടി കയറി മുകളിലേക്ക് ചെന്നു. അവിടെ ഒരു മുറിയിൽ അയാളുടെ ചില സുഹൃത്തുക്കൾക്കുള്ള സൽക്കാരം നടക്കുന്നുണ്ടായിരുന്നു. ജയമോഹൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ ശശീന്ദ്രനായിരുന്നു അതിൻ്റെ ചുമതല. അയാൾ ആവശ്യക്കാർക്ക് വിസ്കിയോ ബ്രാൻഡിയോ ഓട്കിയോ ചോദിക്കുന്നതനുസരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ശശി, എനിക്കെന്തെങ്കിലും താ. ജയമോഹൻ കൈ നീട്ടി. ജയ, നാളെ നിന്റെ കല്യാണമാ. ഇനി ആളുകൾ വരാനുണ്ട്. അവരുടെ മുൻപിലേക്ക് പോകേണ്ടതല്ലേ? ശശീന്ദ്രൻ സംശയിച്ചു. ഒരു ഡബിൾ ഒഴിച്ചതാ, ജയമോഹൻ ആവശ്യപ്പെട്ടു. പിന്നെ ഒന്നും പറയാതെ ശശീന്ദ്രൻ ഒരു ഡബിൾ ലാർജ് വിസ്കി അയാൾക്ക് ഒഴിച്ചു കൊടുത്തു. സോഡ ചേർത്ത് അയാൾ ഒറ്റ വീർപ്പിൽ അതകത്താക്കി. ഒന്നുകൂടെ താ. അടുത്തതും ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് പഴയ ധൈര്യം വീണ്ടുകിട്ടി. അയാൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു.
പ്രസന്നയെ കണ്ടു ചോദിക്കണം സതീശൻ്റെ ഉദ്ദേശം എന്താണെന്ന്. അയാൾ ചെന്നപ്പോൾ അടുക്കളയിൽ മറ്റ് സ്ത്രീകളോടൊപ്പം പ്രസന്ന സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പ്രസന്ന ഇങ്ങോട്ടൊന്ന് വന്നേ. ജയമോഹൻ കൂസലില്ലാതെ അവളെ വിളിച്ചു. അവൾ അയാളെ ഒന്ന് പകച്ചു നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അയാളുടെ പിന്നാലെ ചെന്നു. പിൻവശത്തെ ഒഴിഞ്ഞ സ്റ്റോർ മുറിയിലേക്കാണ് അവളെയും കൊണ്ട് അയാൾ ചെന്നത്. സതീശനോട് നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അവൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അയാൾ ചോദിച്ചു. ഞാൻ സതീശൻ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു. ഇഷ്ടമാണെന്ന് ചേട്ടൻ പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ ഒരു ഓട്ടോ മേടിക്കാനുള്ള കാശ് ഇവിടുത്തെ സാർ തരുമെന്നും പറഞ്ഞു. അല്ലാതെ വേറൊന്നും? നീ ഗർഭിണിയാണെന്ന് അവനോട് പറഞ്ഞോ? ഇല്ല. പിന്നെ അവൻ എങ്ങനെ അതറിഞ്ഞു? അയാൾ ചോദിച്ചു. അയ്യോ, സതീശൻ ചേട്ടൻ അതറിഞ്ഞോ? അമ്പരെന്ന് അവൾ ചോദിച്ചു. അറിഞ്ഞു. കുറച്ചു മുമ്പ് അവൻ എന്നെ കാണാൻ വന്നു, അയാൾ പറഞ്ഞു. എന്നിട്ട്? അവൾ ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അവളൊന്ന് ഞെട്ടി. അല്ലെങ്കിൽ നാളെ കല്യാണ മണ്ഡപത്തിൽ വന്ന് എല്ലാവരോടും പറയുമെന്ന്. ഞാൻ 1.5 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തു. അത് പോരെന്നാണ്. അത് കൊടുക്കണ്ടായിരുന്നു, അവൾ പറഞ്ഞു. അതെന്താ? അതുകൊണ്ട് മുങ്ങും. കുറേ നാൾ വിശാഖപട്ടണത്തായിരുന്നു. അവിടെ കൂട്ടുകാരുണ്ട്, അങ്ങോട്ട് കടക്കും. പക്ഷേ ഇന്ന് നാളെയും ഒന്നും അവൻ പോവുകയില്ല. നാളെ ഞായറാഴ്ചയാണ്, ബാങ്ക് അവധിയാണല്ലോ. ചെക്ക് മാറണമെങ്കിൽ മറ്റന്നാളെ പറ്റൂ. നാളെ അവൻ കല്യാണ മണ്ഡപത്തിൽ വന്നാൽ നീർക്കോല് കടിച്ചാലും അത്താഴം മുടക്കാമല്ലോ. കുടിച്ച വിസ്കി പെട്ടെന്ന് ആവിയായി പോയതുപോലെ ജയമോഹന് തോന്നി. അയാൾ വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് ചെന്നു. എന്താ ജയ? അയാളെ കണ്ട് ശശീന്ദ്രൻ ചോദിച്ചു. ഒന്നുമില്ല. വീണ്ടും വിസ്കി ചോദിക്കാൻ അയാൾ മടിച്ചു. കിട്ടിയില്ലെങ്കിലോ? അപ്പോഴാണ് സ്വന്തം മുറിയിലെ അലമാരയിൽ സാധനം സ്റ്റോക്കുണ്ടല്ലോ എന്ന് ജയമോഹന് ഓർമ്മ വന്നത്. അയാൾ അങ്ങോട്ട് ചെന്നു. വാതിലടച്ചിട്ട് അയാൾ അലമാര തുറന്നു വിസ്കി കുപ്പിയെടുത്തു. താഴെ വീട്ടിൽ കല്യാണത്തിൻ്റെ ഉത്സവ ലഹരിയിൽ എല്ലാവരും ആറാടിക്കൊണ്ടിരുന്നപ്പോൾ ജയമോഹൻ മുകളിൽ മദ്യലഹരിയിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്നു. ബാലഭാസ്കർ അന്ന് രാത്രിയിൽ ഉറങ്ങിയതേയില്ല. ഒന്ന് മയങ്ങാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. നാളെ നേരം പുലർന്നാൽ മഞ്ജരിയുടെ വിവാഹമാണ്. അവളുടെ കഴുത്തിൽ ജയമോഹൻ താലി കെട്ടും. അതോടെ എന്നേക്കുമായി അവളെ നഷ്ടപ്പെടും. അവൾ അന്യൻ്റെ ഭാര്യയാകും. ഉറക്കം വരാതെ അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. 6 മണിയായപ്പോൾ വാതിലിൽ ആരോ മുട്ടി. ബാലഭാസ്കർ ചെന്ന് കതക് തുറന്നു. അമ്മയായിരുന്നു അത്. നീ ഇന്നലെ ഉറങ്ങിയില്ലേ മോനെ? അയാളുടെ കോലം കണ്ട് സങ്കടത്തോടെ സുഭദ്ര ടീച്ചർ ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നീ നടക്കാൻ പോകാറുള്ളതല്ലേ? അത് സാരമില്ല. എന്നാൽ നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് കാണുമ്പോൾ അതിന് കാരണക്കാരൻ ഞാനാണോ അമ്മേ? സുഭദ്ര ടീച്ചറിന് ഉത്തരമില്ലായിരുന്നു. അവൾ അവിവാഹിതയായി കഴിയുന്നിടത്തോളം കാലം ഞാനും വിവാഹം കഴിക്കില്ലെന്ന് അവളോട് ഞാൻ പറഞ്ഞിരുന്നു. എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ അയാളെ. ബാലഭാസ്കർ പറഞ്ഞത് കേട്ട് സുഭദ്ര ടീച്ചർ ശബ്ദിക്കാനാവാതെ നിന്നു. സാരമില്ല, നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. ദീപ്തിയെയല്ല നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏത് പെണ്ണിനെ കല്യാണം കഴിക്കാനും ഞാൻ തയ്യാറാണ്. നീ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കാതെ മോനെ, ടീച്ചർ വേദനയോടെ പറഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ നോവ് നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമല്ലല്ലോ. സുഭദ്ര ടീച്ചർ മെല്ലെ തിരിഞ്ഞു നടന്നു. അവൻ പറഞ്ഞതിലും അല്പം കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നാതിരുന്നില്ല. അവൻ ഒരുപാട് സ്നേഹിച്ച പെണ്ണാണ് മഞ്ജരി. അവളെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അവന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഒരു നെടുവീർപ്പോടെ അവർ അടുക്കളയിലേക്ക് ചെന്നു. സമയം രാവിലെ 10:30 മണി. കല്യാണ മണ്ഡപത്തിൽ വധുവിന് വിശ്രമിക്കാനുള്ള എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലായിരുന്നു അപ്പോൾ മഞ്ജരി. പട്ടുസാരി ഉടുത്ത് മുടി നിറയെ പൂവും ചൂടി സർവാഭരണ വിഭൂഷിതയായി അവൾ കസേരയിലിരുന്നു. അടുത്ത് ബ്യൂട്ടീഷ്യനും രാജലക്ഷ്മിയും വിലാസിനിയും അടുത്ത ബന്ധുക്കളായി ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയം നിറയെ അതിഥികൾ ഉണ്ടായിരുന്നു. ജൂഗൽ ബന്ദിയുടെ സംഗീതം ആസ്വദിച്ച് അവർ ഇരുന്നു. അപ്പോഴാണ് വരനും കൂട്ടരും വന്നത്. വരൻ്റെ സ്വീകരണം നടന്നു. സിൽക്ക് ഷർട്ടും കസവും മുണ്ടും ധരിച്ച ജയമോഹൻ സുന്ദരനായിരുന്നു. നെറ്റിയിൽ ചന്ദനക്കുറിയുമായി വന്ന് അയാൾ കതിർ മണ്ഡപത്തിൽ വരനിരിക്കാനുള്ള സ്ഥാനത്തിരുന്നു. കതിർ മണ്ഡപത്തിൽ കാർമികനും മഞ്ജരിയുടെയും ജയമോഹൻ്റെയും വീട്ടുകാരും ഉണ്ടായിരുന്നു. കതിർ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ ജയമോഹൻ്റെ കണ്ണുകൾ അറിയാതെ സദസ്യരുടെ ഇടയിൽ അരിച്ചു പെറുക്കി നടന്നു. സതീശൻ്റെ മുഖമാണ് അയാൾ തിരഞ്ഞത്. പക്ഷേ അവനെ കണ്ടുകിട്ടിയില്ല.
സതീശൻ കയറി വന്ന് അലമുണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യുമെന്ന് ജയമോഹൻ ഒരു പോംവഴിയും മനസ്സിൽ തോന്നിയില്ല. ബന്ധുക്കളായ ചെറുപ്പക്കാരുണ്ട്, അവർക്കൊരു സൂചന കൊടുത്താൽ മതിയായിരുന്നു. അവർ അവനെ തൂക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോയേനെ. പക്ഷേ സൂചന കൊടുത്താൽ അത് സകല ബന്ധുക്കളും അറിയും. ഉയരുന്ന നെഞ്ചിടിപ്പോടെ മുഹൂർത്തമാകാൻ കാത്ത് ജയമോഹൻ ഇരുന്നു. വധുവിനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാനുള്ള സമയമായി. താലപ്പൊലി ഏന്തിയ ചെറിയ പെൺകുട്ടികൾ തയ്യാറായി നിന്നു. അപ്പോഴാണ് ഓഡിറ്റോറിയത്തിൻ്റെ പ്രധാന കവാടത്തിന് മുമ്പിൽ സതീശൻ പ്രത്യക്ഷപ്പെട്ടത്. ഒറ്റ നോട്ടത്തിൽ ജയമോഹൻ അവനെ കണ്ടു. പെട്ടെന്ന് അയാളുടെ ഉള്ളൊന്നാളി. സതീശൻ ഓഡിറ്റോറിയത്തിൻ്റെ നടുവിലുള്ള നടപ്പാതയിലൂടെ അകത്തേക്ക് കയറി വന്നു. അവൻ കണ്ണുകൾ കൊണ്ട് ആരെയോ തിരയുന്നത് ഉയരുന്ന നെഞ്ചിരിപ്പോടെ ജയമോഹൻ നോക്കി നിന്നു. ഇന്നലെ തന്നെ SI ശരശ്ചന്ദ്രനെ വിളിച്ചു പറയേണ്ടതായിരുന്നു. മണ്ടത്തരമായി പോയി. പെട്ടെന്ന് സതീശൻ ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്ത് വന്ന് മുഖമുയർത്തി കതിർ മണ്ഡപത്തിലിരിക്കുന്ന ജയമോഹനെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. സതീശൻ്റെ ചുണ്ടുകളിൽ പരിഹാസം നിറഞ്ഞ ഒരു ചിരി തെളിഞ്ഞു. ജയമോഹൻ കണ്ണുകളിമയ്ക്കാതെ അവനെ തന്നെ നോക്കി. അപ്പോഴാണ് എവിടെയോ ഇരുന്ന പ്രസന്ന എഴുന്നേറ്റ് സതീശൻ്റെ അടുത്തേക്ക് വന്നത്. കല്യാണം പ്രമാണിച്ച് വാങ്ങിക്കൊടുത്ത പട്ടുസാരിയാണ് അവൾ ഉടുത്തിരുന്നത്. പ്രസന്ന സതീശനോട് എന്തോ പറഞ്ഞു. അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അവൾ അവൻ്റെ കൈ പിടിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. പാവം പ്രസന്ന, ജയമോഹൻ വിചാരിച്ചു. അവൾ നല്ലവളാണ്, അവൾക്ക് വേണ്ടി കാര്യമായി എന്തെങ്കിലും ചെയ്യണം. അഭിമാനം രക്ഷിച്ചവളാണ്. താലപ്പൊലിയുടെ അകമ്പടിയോടെ വധു ഖദർ മണ്ഡപത്തിലേക്ക് വന്നു. ഇരുവശത്തും രാജലക്ഷ്മിയും രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു. അതിഥികളെ വണങ്ങിയിട്ട് അവൾ ചെന്ന് ജയമോഹൻ്റെ സമീപത്തിരുന്നു. പിന്നെ എല്ലാം ചിട്ടയോടെ നടന്നു. അച്ഛനമ്മമാർക്ക് ദക്ഷിണ കൊടുത്ത് പരസ്പരം പുഷ്പഹാരം ചാർത്തി അവർ വിവാഹിതരായി. ജയമോഹൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. രണ്ടുപേരും വിവാഹമോതിരം അണിയിച്ചു. പുഷ്പവൃഷ്ടി നടന്നു. വീഡിയോക്കാരും ഫോട്ടോഗ്രാഫർമാരും പിന്നെ വധുവിനെയും വരനെയും കൈക്കലാക്കി. സദ്യ കഴിഞ്ഞ് അതിഥികൾ വന്ന് യാത്ര ചോദിച്ച് പിരിഞ്ഞുപോയി. എല്ലാം കണ്ട് സംതൃപ്തിയോടെ ഒരാൾ മാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ദീപ്തിയായിരുന്നു. വധുഗൃഹത്തിലേക്ക് പുറപ്പെടാനുള്ള സമയം ഉച്ചകഴിഞ്ഞ് 2 മണിയായിരുന്നു. വധൂവരന്മാർക്ക് പോകാനുള്ള അലങ്കരിച്ച കാർ തയ്യാറായി കിടക്കുന്നുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ്റെയും രാജലക്ഷ്മിയുടെയും കാല് തൊട്ട് മഞ്ജരി വന്ദിച്ചു. വിലാസിനിയെ കെട്ടിപ്പിടിച്ചു. അവൾ കരഞ്ഞു പോകുമെന്ന് അവരൊക്കെ വിചാരിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും നനഞ്ഞതേയില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറി. ജയമോഹനും കയറി. അവളുടെ അടുത്തിരുന്നു. കാർ മുന്നോട്ട് നീങ്ങി. അനേകം കൈകൾ വായുവിൽ ചലിച്ചു. എല്ലാം ഒരു സ്വപ്നം പോലെ, അല്ലേ മഞ്ജരി? അവളുടെ അടുത്തേക്ക് ചാഞ്ഞിരുന്ന് ജയമോഹൻ പറഞ്ഞു. അവൾ വെറുതെ മൂളി. ചടങ്ങുകൾ ഇത്ര ഗംഭീരമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും. ഭാഗ്യം നമ്മുടെ ഭാഗത്താണ്. പക്ഷേ ദൈവം നമ്മുടെ ഭാഗത്തായിരിക്കുമോ? അവളുടെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് അയാളൊന്ന് പകച്ചു. നീ എന്താ അങ്ങനെ ചോദിച്ചത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്നേയുള്ളൂ. ദൈവം നമ്മുടെ ഭാഗത്താണ്. കുറച്ചു മുമ്പേ എനിക്കത് മനസ്സിലായി, ജയമോഹൻ പറഞ്ഞു. എപ്പോൾ? നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നതിന് മുമ്പ്. അതെന്താ അങ്ങനെ തോന്നിയത്? ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ കല്യാണത്തിന്. അതെല്ലാം തരണം ചെയ്തില്ലേ? ദൈവം നമ്മുടെ ഭാഗത്തായതുകൊണ്ടല്ലേ അത്? പക്ഷേ തടസ്സങ്ങളെല്ലാം മാറിപ്പോയിന്ന് ആര് പറഞ്ഞു ജയകൃഷ്ണൻ സാറേ? മനസ്സിൽ പറഞ്ഞ കാര്യം പുറത്തേക്ക് വിട്ടില്ല. വധൂവരന്മാർ ചെന്നപ്പോൾ വീട്ടിൽ 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്കുമായി വിശാലാക്ഷിയമ്മയും ബന്ധുക്കളും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കൊടുത്ത നിലവിളക്ക് 2 കൈകൾ കൊണ്ടും മഞ്ജരി വാങ്ങി. ആര് പറഞ്ഞില്ലെങ്കിലും വലതുകാൽ വെച്ചാണ് അവൾ വീടിൻ്റെ പടികൾ കയറിയത്. ജയമോഹൻ സാറിൻ്റേത് ഇത്രയും വലിയ വീടായിരിക്കുമെന്ന് അവൾ വിചാരിച്ചില്ല. അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമായി കാണും. പക്ഷേ ഈ വലിയ വീട്ടിൽ എത്ര നാൾ? വിശാലാക്ഷിയമ്മ അവളോടൊപ്പം പൂജാമുറിയിലേക്ക് ചെന്നു. അവർ പറഞ്ഞതനുസരിച്ച് അവൾ നാക്കിലിയിൽ നിലവിളക്ക് വെച്ചിട്ട് തൊഴുതു. പൂജാമുറിയിൽ മിക്ക ദൈവങ്ങളുടെയും ചില്ലിട്ട ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പട്ടുസാരിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും എത്രയും വേഗം മുക്തയാകണേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. പക്ഷേ അത്ര പെട്ടെന്നൊന്നും അവളുടെ പ്രാർത്ഥനയുടെ ഫലം കണ്ടില്ല. വധുവിനെ കാണാൻ പലരും വന്നുകൊണ്ടിരുന്നു. എല്ലാവരും വന്നു പോയിട്ട് വേഷം മാറ്റിയാൽ മതിയെന്ന് വിശാലാക്ഷിയമ്മ പറഞ്ഞു.
ഒടുവിൽ സന്ധ്യയോടെ വീട്ടിലെ തിരക്കൊഴിഞ്ഞു. വിശാലാക്ഷി അമ്മയുടെ മുറിയോട് ചേർന്നുള്ള മറ്റൊരു മുറിയിലേക്ക് അവർ അവളെ കൊണ്ടുപോയി. മോള് ഡ്രസ്സ് മാറ്റിക്കോ, ഓർണമെൻറ്റ്സ് ആ സ്റ്റീൽ അലമാരയിൽ വെച്ചേക്ക്, അമ്മ വന്ന് പൂട്ടിക്കോളാം. മോൾക്ക് കുളി കഴിഞ്ഞ് മാറാനുള്ള ഡ്രസ്സ് മറ്റേ അലമാരിയിലുണ്ട്. ശരി അമ്മേ. അവൾ തല കുലുക്കി. ആഭരണങ്ങളൊന്നൊന്നായി ഊരിയെടുക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെ പറ്റില്ലെന്ന് വന്നപ്പോൾ അവൾ വാതിൽ തുറന്നു. പെട്ടെന്ന് പ്രസന്ന അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ, സഹായത്തിന് ആള് വേണോ? കാര്യം മനസ്സിലായതുപോലെ അവൾ ചോദിച്ചു. പ്രസന്ന മുറിയിലേക്ക് കയറിയിട്ട് വാതിലടച്ചു. അവൾ മഞ്ജരിയെ സഹായിച്ചു. എന്താണ് ചേച്ചിയുടെ പേര്? അവൾ വെറുതെ ചോദിച്ചു. പ്രസന്ന. ഞാനിവിടുത്തെ ജോലിക്കാരിയാണ്. പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അമ്മയായിരുന്നു. അമ്മയൊന്ന് വീണു കാലൊടിഞ്ഞപ്പോഴാ ഞാൻ വന്നത്. ഇപ്പോൾ 5-6 മാസമായി. മഞ്ജരി അവളെ ഒന്ന് നോക്കി. ചന്തമുള്ള പെണ്ണായിരുന്നു അവൾ. കുളി കഴിഞ്ഞ് ചുരിദാറും ടോപ്പുമാണ് മഞ്ജരി ധരിച്ചത്. അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വിളി വന്നു. രാജലക്ഷ്മിയാണ് വിളിച്ചത്. ലാൻഡ് ഫോണിൽ അവൾ അമ്മയോടും അച്ഛനോടും വിലാസിനിയോടും സംസാരിച്ചു. അവൾക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. ജയമോഹൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അയാൾ സുഹൃത്തുക്കളുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. പലരും കാണാൻ വരികയും ചെയ്തു. അന്ന് എല്ലാവരും നേരത്തെ അത്താഴം കഴിച്ചു. മോൾ ചെല്ല്, നല്ല ക്ഷീണം കാണും, പോയി കിടന്നു. ഒരു ഗ്ലാസ് പാലുമായി വിശാലാക്ഷി അമ്മ അവളെ ജയമോഹൻ്റെ മുറിയിലേക്ക് വിട്ടു. അവൾ കോണിപ്പടികൾ കയറി പോകുന്നത് നോക്കി പ്രസന്ന താഴെ നിന്നു. മഞ്ജരി ചെന്നപ്പോൾ ജയമോഹൻ അയാളുടെ മുറിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മഞ്ജരിക്ക് സ്വാഗതം. എഴുന്നേറ്റ് നിന്ന് അയാൾ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. അയാൾ അവളുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്ത് വെച്ചു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ ഭാര്യയായി നീ ഈ വീട്ടിൽ വരുമെന്ന്, അല്ലേ? അയാൾ ചോദിച്ചു. ഇല്ല. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഇങ്ങനെയാണ്. എന്ത് കാര്യം ആഗ്രഹിച്ചാലും എന്ത് വിധേനയും അത് സാധിച്ചിരിക്കും. അഭിമാനപൂർവ്വം അയാൾ പറഞ്ഞു. അങ്ങനെ എത്ര പെണ്ണുങ്ങളെ സാർ ആഗ്രഹിച്ചിട്ടുണ്ട്? അവൾ പെട്ടെന്ന് ചോദിച്ചു. അയാളുടെ മുഖമൊന്ന് വിളറി. മനസ്സിലായില്ല. ഇതുവരെ എത്ര സ്ത്രീകളുമായി സാറിന് ബന്ധമുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം. ജയമോഹൻ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. മഞ്ജരി ഒന്ന് പുഞ്ചിരിച്ചു. 10ൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയുമായി ക്ലാസ് റൂമിൽ കയറി വാതിലടച്ചില്ലേ? അവളായിരുന്നോ സാറിൻ്റെ ആദ്യത്തെ ഇര? പരിഹാസത്തോടെയുള്ള മഞ്ജരിയുടെ ചോദ്യം കേട്ട് അപ്പോൾ ജനാലയിലൂടെ മുറിയിലേക്ക് പാറിപ്പറന്നു വന്ന ഒരു ശലഭം മേശപ്പുറത്ത് വെച്ചിരുന്ന പാലിലേക്ക് വീണു. പാവം ശലഭം രക്ഷപ്പെടാൻ വേണ്ടി ചിറകുകൾ അടിച്ച് കഷ്ടപ്പെട്ടു. മഞ്ജരി അത് നോക്കി ഒരു നിമിഷം നിന്നു. ശലഭത്തെ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് നടന്ന അവളുടെ കയ്യിൽ പിടിച്ച് ജയമോഹൻ ബലമായി നിർത്തി. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. ആ കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ പറക്കുന്നത് അയാൾ കണ്ടു. എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ തുടങ്ങിയതല്ലേ ഈ പെൺവേട്ട? ജയമോഹൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെയാണ് മഞ്ജരി ചോദിച്ചത്. അവളുടെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ച അയാളുടെ കൈ മെല്ലെ അയഞ്ഞു. ആരാണ് നിന്നോടിത് പറഞ്ഞത്? അയാൾ ചോദിച്ചു. അന്ന് സ്കൂൾ മുഴുവൻ പാട്ടായതല്ലേ ഈ സംഭവം? ആ പാവം പെണ്ണ് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി രക്ഷപ്പെട്ടു. അവൾ അത്ര പാവമൊന്നുമായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്തിനാണ് എൻ്റെ കൂടെ വന്നത്? അയാൾ സ്വയം ന്യായീകരിച്ചു. അപ്പോൾ സാറായിരുന്നു പാവം അല്ലേ? സാർ വെറുതെ ഒരു തമാശയ്ക്ക് ഒരു പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്കി. അവൾ വിളഞ്ഞ വിത്തായിരുന്നതുകൊണ്ട് ആളില്ലാത്ത ക്ലാസ് റൂമിലേക്ക് വന്നു. അക്കാര്യത്തിൽ സാറിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല, പരിഹാസത്തോടെ മഞ്ജരി പറഞ്ഞു. സാർ കോളേജിൽ പഠിച്ചത് എറണാകുളത്താണെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ വെച്ച് ഇത്തരം കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താ നിന്റെ ഉദ്ദേശം? അത് പറ. അത് കഴിഞ്ഞ് നിന്റെ ചോദ്യത്തിന് മറുപടി പറയാം. എന്തോ കരുതിക്കൂട്ടിയാണ് അവൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് ജയമോഹന് മനസ്സിലായി. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അവളുടെ ഈ പുറപ്പാട്? അതോ പൊട്ടക്കണ്ണൻ്റെ മാവേലേറ് പോലെ? കൊണ്ടാലൊരു മാങ്ങ. സ്കൂളിൽ വെച്ച് മിടുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ കോളേജിലും അത് ആവർത്തിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചതാണ്. ആദ്യ രാത്രിയിൽ തന്നെ അയാളുടെ മനസ്സമാധാനം ഇല്ലാതാക്കണം. അയാളുടെ കൈകാലുകൾ ആരോപണങ്ങൾ കൊണ്ട് കെട്ടിയിടണം. അയാളെ നിർവീര്യനാക്കണം. അതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അയാൾ അറിയാനും പാടില്ല. സ്കൂളിൽ വെച്ച് നടന്നതൊക്കെ കണ്ടുപിടിച്ച മിടുക്കിയല്ലേ നീ? കോളേജിൽ അത് ആവർത്തിച്ചോ എന്ന് നീ തന്നെ കണ്ടുപിടിക്ക്. പുച്ഛത്തോടെ അയാൾ പറഞ്ഞു.
കോളേജിൽ വെച്ച് ഒന്നും നടന്നില്ല സർ. കോളേജിന് വെളിയിൽ ആയിരുന്നു അടുത്ത പരാക്രമം. ഹോസ്റ്റലിൽ ചേരാതെ വെളിയിൽ ഒരു വീട്ടിലെ പേയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നല്ലോ താമസം. ജയമോഹൻ പെട്ടെന്ന് നിശബ്ദനായി. അയാളുടെ കണ്ണുകളൊന്ന് ഇടുങ്ങി. ഇത്തവണ വീട്ടുടമസ്ഥന്റെ ചെറുപ്പക്കാരിയായ ഭാര്യയിലേക്കാണ് നോട്ടമിട്ടതല്ലേ? വെറും പയ്യനല്ലേ എന്ന് ആ പാവം ഭർത്താവ് കരുതി. പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലും സാറിന് താല്പര്യമുണ്ടെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ലല്ലോ. ആരാണ് ഇതൊക്കെ നിന്നോട് പറഞ്ഞത്? സംശയത്തോടെ ജയമോഹൻ അവളോട് ചോദിച്ചു. സാർ എന്താണ് എന്നെക്കുറിച്ച് ധരിച്ചത്? പ്രാക്ടിക്കൽ റെക്കോർഡിൽ ഒപ്പിടണമെങ്കിൽ സാറിനെ ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കണമെന്ന ഭീഷണിയിൽ വഴങ്ങിയാണ് ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതെന്നോ? എങ്കിൽ സാറിന് തെറ്റി. ഇപ്പോൾ മനസ്സിലായില്ലേ? അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയതല്ലാതെ അയാൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ജനാലയിലൂടെ ഒരു തണുത്ത കാറ്റ് മുറിയിലേക്ക് കയറി വന്നെങ്കിലും അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. തൊണ്ട വരളുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. മേശപ്പുറത്ത് വെച്ചിരുന്ന പാല് തണുത്ത് പാട കെട്ടി തുടങ്ങിയിരുന്നു. സത്യത്തിൽ ഈ കല്യാണവും അവസാന നിമിഷത്തിൽ മുടങ്ങിപ്പോകുമെന്ന് സാറിന് പേടിയില്ലായിരുന്നോ? അവൾ ചോദിച്ചു. ഞാനെന്തിനു പേടിക്കണം? അയാളുടെ സ്വരം പതറിപ്പോയി. ഗർഭസത്യാഗ്രഹത്തിന് വീടിനു മുൻപിൽ വേറൊരു മല്ലിക വന്ന് ഇരിപ്പുറപ്പിക്കുമെന്ന് ജയമോഹൻ ഒന്ന് ഞെട്ടി. അത് കണ്ട് മഞ്ചരി ഊറിച്ചിരിച്ചു. വീട്ടുജോലിക്കാരികൾ സാറിന്റെ വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ അന്നുറപ്പിച്ച കല്യാണം ആ മല്ലിക വന്ന് മുടക്കിയത്? അയാളുടെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി. ചാടിച്ചെന്ന് അവളുടെ കഴുത്തിഞ്ഞിരിക്കാൻ അയാളുടെ കൈകൾ തരിച്ചു. പക്ഷേ ധൈര്യം വന്നില്ല. ഇപ്പോഴത്തെ ജോലിക്കാരി പ്രസന്നയെ ഞാൻ കണ്ടു. ആളെങ്ങനെ? നല്ല സഹകരണ മനോഭാവമുള്ളയാളാണോ? പുഞ്ചിരിയോടെ മഞ്ചരി ചോദിച്ചു. ജയമോഹന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ തിടുക്കത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. അവൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. പറഞ്ഞത് അധികപ്പറ്റായോ? ഇല്ല, ഇതൊക്കെ ഈ ആദ്യരാത്രിയിൽ തന്നെയാണ് പറയേണ്ടത്. രണ്ടുപേർക്കുമിടയിൽ ഒരു മതിൽ പണിയാൻ ഇത് സഹായിക്കാതിരിക്കില്ല. ഇപ്പോൾ തന്നെ ആൾ വിറളി പിടിച്ചു കഴിഞ്ഞു. ഇനി പിന്നോട്ടില്ല. ഭ്രാന്ത് മൂത്ത് തന്നെ ഈ രാത്രിയിൽ തന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാം. അയാളോടൊപ്പം ജീവിക്കുന്നതിലും ഭേദം അതാണ്. ഉടൻ തന്നെ ജയമോഹൻ തിരിച്ചെത്തി. അയാളുടെ കയ്യിൽ ഒരു ഗ്ലാസും ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഒരു കുപ്പി ഐസ് വാട്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കാര്യം. പിടിച്ചു നിൽക്കാൻ ഇനി മദ്യത്തിന്റെ സഹായം കൂടിയേ തീരൂ. മഞ്ചരിക്ക് സന്തോഷം തോന്നി. എയ്തുവിട്ട അമ്പുകൾ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ചെന്ന് തറച്ചിരിക്കുന്നു. ഗ്ലാസും വെള്ളവും മേശപ്പുറത്ത് വെച്ചിട്ട് ജയമോഹൻ ഭിത്തിയലമാര തുറന്നു. രണ്ടാമത്തെ തട്ടിൽ നിരത്തി വെച്ചിരുന്ന 4-5 കുപ്പികൾ അവൾ കണ്ടു. അതിലൊന്ന് അയാൾ എടുത്തു. ഓ, ബാറുകൾ പൂട്ടിയത് കാരണം ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരെണ്ണം തുടങ്ങിയല്ലേ? പ്രൊഫസർ ജയമോഹന് വീട്ടിൽ സ്വന്തമായി ബാറുണ്ടെന്ന് പറഞ്ഞാൽ കോളേജിൽ ഒരു കുഞ്ഞു പോലും വിശ്വസിക്കത്തില്ല. അവൾ പറഞ്ഞത് അയാൾ കേട്ടതായി നടിച്ചില്ല. ബ്രാൻഡി കുപ്പി തുറന്ന് അയാൾ ഉദാരമായി ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. ഗ്ലാസ് നിറയെ വെള്ളമൊഴിച്ചു. എന്നിട്ട് ക്ഷമയില്ലാതെ ഒറ്റ വീർപ്പിൽ അയാൾ അത് മുഴുവൻ കുടിച്ചു തീർത്തു. അല്ല, ജയമോഹൻ സാറിന് മദ്യപിക്കാനും പ്രത്യേക സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. സിനിമയിൽ കണ്ടിട്ടുണ്ട് ആളുകൾ അല്പാൽപമായി സിപ്പ് ചെയ്ത്. ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇതൊക്കെ കുടിക്കേണ്ടതെന്നാണ്. അവൾ വീണ്ടും അയാളെ പരിഹസിച്ചു. അയാൾ തലതിരിച്ച് രൂക്ഷഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. കുടിക്കട്ടെ, കുടിച്ച് കുടിച്ച് ബോധം മറിയട്ടെ, അവൾ ആശിച്ചു. ജയമോഹൻ സാറേ, നിങ്ങൾ ഒരു മുരടനാണെന്ന് കുട്ടികൾ പലരും പറഞ്ഞിരുന്നെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിങ്ങളോട് അടുപ്പം കൂടാൻ ഞാൻ ഒരിക്കലും വന്നിട്ടില്ലല്ലോ. പക്ഷേ അകലെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിച്ചിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ലൊരു അധ്യാപകനായതുകൊണ്ട്. നിങ്ങളെപ്പോലെ ഭംഗിയായി ക്ലാസ് എടുക്കുന്ന ഒരാളും ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലില്ല. അവൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അയാൾ അതൊന്നും കേട്ടതായി നടിച്ചില്ല. ഗ്ലാസ്സിൽ വീണ്ടും ബ്രാൻഡി പകരുന്നതിലായിരുന്നു അയാളുടെ ശ്രദ്ധ. പക്ഷേ ഇപ്പോൾ ആ ബഹുമാനം തകർന്ന് തരിപ്പണമായി. നിങ്ങൾ വെറും സ്ത്രീലമ്പടനാണെന്നും തികഞ്ഞ മദ്യപാനിയാണെന്നും ഇപ്പോഴെനിക്ക് മനസ്സിലായി. ജയമോഹൻ വീണ്ടും ഗ്ലാസ്സിലെ മദ്യം ഒറ്റ മൂന്നിന് തീർത്തു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാളുടെ സ്വബോധം പോകും മുമ്പ് പറയുന്നതായിരിക്കും നല്ലതെന്നോർത്ത് അവൾ തുടങ്ങി വെച്ചു. എന്താണ്? പരുഷസ്വരത്തിൽ അയാൾ ചോദിച്ചു. ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചോ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എത്ര സ്ത്രീകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ കണക്കെടുക്കുന്നുമില്ല. കാരണം ഇന്നലെ വരെ നിങ്ങൾ എൻ്റെ ഭർത്താവായിരുന്നില്ല. പക്ഷേ
ഇന്നു മുതൽ. അവൾ പെട്ടെന്നൊന്ന് നിർത്തി. അയാൾ അവളെ ഒന്ന് നോക്കി. പക്ഷേ ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ പിഴപ്പിച്ചെന്നോ ഏതെങ്കിലും പെണ്ണുമായി ശരീരം പങ്കുവെച്ചെന്നോ ഞാൻ അറിയാനിട വന്നാൽ അന്ന് ഞാൻ ഈ താലി അഴിച്ച് നിങ്ങൾക്ക് തരും. വെറും വാക്കല്ലിത്. ഒരു ദാക്ഷിണ്യവും അക്കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നീ എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. എനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ഞാൻ ചെയ്യും, അയാൾ പറഞ്ഞു. ഒരു വിരോധവുമില്ല. പക്ഷേ ഭാര്യ എന്ന ലേബലിൽ ഈ മഞ്ജരി ഉണ്ടാവുകയില്ലെന്ന് മാത്രം. ജയമോഹൻ വീണ്ടും ഗ്ലാസ് നിറയ്ക്കാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ നേരിയ ഭയം അനുഭവപ്പെട്ടു. കുടിച്ചു ബോധമില്ലാത്തപ്പോൾ എന്തു ചെയ്യാനും ഒരു മടിയും കാണുകയില്ല. നവവധുവിനെ ബലമായി കീഴടക്കാൻ ശ്രമിച്ചെന്ന് വരും. ആരോഗ്യവാനാണ് ജയമോഹൻ സാർ. എന്തിനും മടിക്കാത്തവനാണ്. തന്നെപ്പോലൊരു പെണ്ണിനെ നിഷ്പ്രയാസം ഉച്ചത്തിൽ നിലവിളിച്ചാലും ആരും വരണമെന്നില്ല. ചിലപ്പോൾ വായി പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് അവൾ വാതിലിനടുത്തേക്ക് നടന്നു. എവിടെ പോകുന്നു നീ? അയാൾ ചോദിച്ചു. ഒരു മദ്യപാനിയോടൊപ്പം ഒരേ മുറിയിൽ ഉറങ്ങാൻ എന്നെ കിട്ടില്ല. അവൾ വാതിൽ തുറന്ന് മുറിയിൽ നിന്നിറങ്ങി. ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവൾ മെല്ലെ സ്റ്റെയർകേസ് ഇറങ്ങി. ഭിത്തിയിൽ എവിടെയാണ് സ്വിച്ച് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ താഴെ സ്വീകരണ മുറിയിൽ വന്നു. 2 ഡബിൾ സെറ്റുകളുണ്ട്. ഒരെണ്ണത്തിൽ കിടക്കാം. ഉറക്കം വന്നാൽ ഉറങ്ങാം. അവൾ ഒരു സെറ്റിയിലേക്കിരുന്നു. അയാൾ താഴേക്ക് അന്വേഷിച്ചു വരുമോ എന്ന് അപ്പോഴാണ് അവൾക്ക് സംശയമുണ്ടായത്. സ്വിച്ച് തപ്പിപ്പിടിച്ച് അവൾ ലൈറ്റിട്ടു. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം മാത്രമേ ഉള്ളൂ. അതിലൊന്നിലാണ് അച്ഛനും അമ്മയും ഉറങ്ങുന്നത്. അടുക്കളയോട് ചേർന്നുള്ള മുറിയിലാണ് പ്രസന്ന. 2ാമത്തെ ബെഡ്റൂം തുറക്കാനായി അവൾ ഡോർ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചു. പക്ഷേ അത് തുറന്നില്ല. വാതിൽ പൂട്ടിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി എന്തു ചെയ്യും? സ്വീകരണ മുറിയിൽ സെറ്റിയും സോഫയും ഒക്കെയുണ്ട്. അവിടെ കിടക്കാം. അവൾ ചെന്ന് സോഫയിലിരുന്നു. പക്ഷേ അത് സുരക്ഷിതമല്ല. കുടിച്ച് ലെക്ക് കെട്ട് അയാൾ തന്നെ തേടി ഇറങ്ങി വരും. സോഫയിൽ കിടക്കുന്നത് കണ്ടുപിടിക്കും. തൂക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. ഉറങ്ങുന്ന അച്ഛനെയും അമ്മയെയും വിളിച്ചുണർത്തുന്നത് മര്യാദക്കേടാണ്. അവൾ എഴുന്നേറ്റ് ലൈറ്റ് അണച്ചു. മുൻവാതിൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ താക്കോൽ കതകിൽ തന്നെയുണ്ട്. താഴത്തെയും മുകളിലത്തെയും ബോൾട്ട് ഇട്ടിട്ടുണ്ട്. മഞ്ജരി ചെന്ന് ശബ്ദമുണ്ടാക്കാതെ ബോൾട്ടുകൾ 2ഉം ഊരി താക്കോൽ മെല്ലെ തിരിച്ച് വാതിൽ തുറന്നു. എന്നിട്ട് താക്കോൽ ഒരു കയ്യിലെടുത്തു. സിറ്റൗട്ടിൽ കസേരകളുണ്ട്. ഇന്നത്തെ ഉറക്കം അവിടെയാണ്. അവൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. വെളിയിൽ നിന്നുകൊണ്ട് വാതിലടച്ചു. താക്കോൽ ഉപയോഗിച്ച് പൂട്ടി. എന്നിട്ട് കസേരയിലിരുന്നു. പുറത്ത് നേരിയ വെളിച്ചമുണ്ടായിരുന്നു. ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. അത് കാരണം അവൾക്കൊട്ടും പേടി തോന്നിയില്ല. അവൾ നേർത്ത ഇരുട്ടിലേക്ക് നോക്കി ഒരു പ്രതിമയെപ്പോലെ ഇരുന്നു. ദുഃഖം തോന്നിയില്ല. നിരാശയും അനുഭവപ്പെട്ടില്ല. ഇത് ചോദിച്ചു വാങ്ങിയ ജീവിതമാണ്. ഇതിലും വലിയ ദുരിതങ്ങൾ സഹിക്കാനും തയ്യാറാണ്. നല്ല ധൈര്യമുണ്ട്. അല്പനേരം കിടന്നപ്പോൾ സ്വീകരണ മുറിയിലെ ലൈറ്റ് തെളിയുന്നത് അവൾ അറിഞ്ഞു. എഴുന്നേറ്റ് സിറ്റൗട്ടിലെ ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കി. കർട്ടൻ ഇട്ടിരിക്കുന്നത് കാരണം ചെറിയ വിടവിൽ കൂടിയേ ഉൾഭാഗം കാണാൻ സാധിക്കൂ. ഉറയ്ക്കാത്ത കാലുകളോടെ ജയമോഹൻ വന്നു നിൽക്കുന്നത് അവൾക്ക് പക്ഷേ കാണാൻ കഴിഞ്ഞു. പിന്നെ ആടി മറഞ്ഞു. വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ഒച്ച കേട്ടു. പിന്നെ അത് നിലച്ചു. അയാൾ തിരിച്ചു പോയി കാണും എന്നവൾക്ക് മനസ്സിലായി. അല്പനേരം കൂടി കാത്തിരുന്നിട്ട് അവൾ വീണ്ടും വാതിൽ തുറന്ന് അകത്ത് കയറി. വാതിൽ അടച്ചിട്ട് അവൾ സോഫയിൽ കിടന്നു. ഉറക്കം വന്നില്ല. ആദ്യ രാത്രിയിൽ ഒരു പെണ്ണും ഉറങ്ങുകയില്ലായിരിക്കും. പക്ഷേ ആ ഉറക്കമൊഴിയിലല്ലല്ലോ ഇത്. വെളുപ്പായപ്പോഴാണ് അവളൊന്ന് മയങ്ങിയത്. പതിവ് പോലെ രാവിലെ 5:30 മണിയായപ്പോൾ പ്രസന്ന ഉണർന്നു. അടുക്കളയിലേക്ക് പോകുമ്പോൾ സ്വീകരണ മുറിയിൽ എന്തോ അനങ്ങിയതുപോലെ അവൾക്ക് തോന്നി. അവൾ ചെന്ന് നോക്കിയപ്പോൾ സോഫയിൽ ആരോ കിടക്കുന്ന നിഴൽ അവൾ കണ്ടു. ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവൾ ഞെട്ടി. നവവധു സ്വീകരണ മുറിയിലെ സോഫയിൽ കിടന്നുറങ്ങുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പുതുപ്പെണ്ണും പുതുമണവാളനും ആദ്യ രാത്രിയിൽ തന്നെ പിണങ്ങിയോ? അവൾ സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് നോക്കി. കയറി ചെന്ന് ചോദിക്കാൻ ധൈര്യം വന്നില്ല. ആരെങ്കിലും ഇത് കണ്ടാൽ? മഞ്ജരിയെ വിളിച്ചുണർത്താനും അവൾ ഭയന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, തനിക്കെന്താ? അവൾ നിശബ്ദയായി അടുക്കളയിലേക്ക് പോയി. ആദ്യം ഉണർന്നത് വിശാലാക്ഷി അമ്മയാണ്. അവർ മുറി തുറന്ന് സ്വീകരണ മുറിയിലേക്ക് വന്നപ്പോഴും മഞ്ജരി സെറ്റിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. നേരം ശരിക്ക് വെളുത്തിരുന്നില്ല. മഞ്ജരിയെ കണ്ട് അവർ ഞെട്ടി. മോളെ,
അവർ ചെന്ന് അവളെ വിളിച്ചുണർത്തി. അവൾ കണ്ണുകൾ തുറന്നു നോക്കി. വിശാലാക്ഷിയമ്മയെ കണ്ട് അവൾ വേഗം എഴുന്നേറ്റു. എന്താ മോളെ, നീ ഇവിടെ വന്ന് കിടന്നത്? ആന്തലോടെ അവർ ചോദിച്ചു. മദ്യത്തിന്റെ ഗന്ധം എനിക്കിഷ്ടമല്ലമ്മേ, അവൾ പറഞ്ഞു. വിശാലാക്ഷിയമ്മ ഞെട്ടി. ഈശ്വരാ, അവൻ! സാരമില്ല, മോൾ വാ. രണ്ടാമത്തെ ബെഡ്റൂമിന്റെ താക്കോൽ എടുത്തുകൊണ്ടുവന്ന് വിശാലാക്ഷിയമ്മ അത് തുറന്നു കൊടുത്തു. മോൾ ചെന്ന് കിടക്ക്, നന്നായിട്ടുറങ്ങ്. ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. ഒന്നും മിണ്ടാതെ മഞ്ജരി കണ്ണുകൾ അടച്ചു കിടന്നു. ജീവശവത്തെപ്പോലെ വിശാലാക്ഷിയമ്മ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പതിവ് പോലെ വിലാസിനിയാണ് ആദ്യം ഉണർന്നെഴുന്നേറ്റത്. കല്യാണത്തിനോടനുബന്ധിച്ചുള്ള അലച്ചിൽ കാരണം രാധാകൃഷ്ണനും രാജലക്ഷ്മിക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. അവർ ഗാഢനിദ്രയിലായിരുന്നു. രാവിലെ മഞ്ജരി മോൾ എഴുന്നേറ്റ് കാണുമോ? അവൾക്കുള്ള പതിവ് ചായ കിട്ടിക്കാണുമോ? അവളുടെ വിഷമമൊക്കെ മാറിക്കാണുമോ? അതൊക്കെയായിരുന്നു വിലാസിനിയുടെ ചിന്ത. അല്പനേരം കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി എഴുന്നേറ്റ് വന്നു. നമുക്ക് ജയമോഹൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചാലോ രാജി? വിലാസിനി ചോദിച്ചു. എന്താ ചേച്ചി? മോളോടൊന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് നെഞ്ചിനൊരു ഭാരം. രാജലക്ഷ്മി പുഞ്ചിരിച്ചു. കാറിൽ പോയാൽ 5 മിനിറ്റ് പോലും വേണ്ടല്ലോ ചേച്ചി അവളെ കാണാൻ. അവൾ അത്രയ്ക്ക് അടുത്ത് തന്നെയില്ലേ? പിന്നെന്തിനാ വിഷമിക്കുന്നേ? ഇനി വന്നിട്ട് പോകുമ്പോൾ മൊബൈൽ കൊടുത്തയക്കണം. എത്ര വേണമെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് വിളിക്കാമല്ലോ. രണ്ടുപേരും കൂടി ചായ ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. നമുക്ക് ചായ കുടിച്ചു കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് പോകാം. അവരെ വിരുന്നിന് വിളിക്കുന്ന ചടങ്ങുണ്ടല്ലോ. വധുവിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചെന്ന് വധൂവരന്മാരെ വിരുന്നിന് ക്ഷണിക്കണം. അന്ന് തന്നെയോ പിറ്റേന്നോ രണ്ടുപേരും വധുവിൻ്റെ വീട്ടിലേക്ക് വരും. നീയും രാധാകൃഷ്ണനും കൂടി പോയാൽ മതി. 3 പേർ പോകാൻ പാടില്ല. അത് അശുഭകരമാണ്. വിലാസിനി ഒഴിഞ്ഞു. അവർ അങ്ങനെയാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ ആയതുകൊണ്ട് മംഗളകാര്യങ്ങളിൽ നിന്നൊക്കെ സ്വമേധയാ വിട്ടു നിൽക്കും. 10 മണിയായപ്പോൾ ജയമോഹൻ്റെ വീട്ടിലേക്ക് രാധാകൃഷ്ണൻ വിളിച്ചു. പ്രഭാകരൻ നായരാണ് റിസീവർ എടുത്തത്. ചേട്ടാ, ഇത് ഞാനാ, രാധാകൃഷ്ണൻ. എന്താ രാധാകൃഷ്ണ? ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരാൻ തുടങ്ങുക. ചേട്ടൻ വീട്ടിലുണ്ടോ എന്നറിയാൻ വിളിച്ചതാ. അതിനെന്താ, വന്നോളൂ, ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. ശരി ചേട്ടാ. രാധാകൃഷ്ണനും രാജലക്ഷ്മിയും കൂടിയാണ് വിരുന്ന് വിളിക്കാൻ ജയമോഹൻ്റെ വീട്ടിലേക്ക് പോയത്. അവർ ചെന്നപ്പോൾ പ്രഭാകരൻ നായരും വിശാലാക്ഷി അമ്മയും കൂടി അവരെ സ്വീകരിച്ചിരുത്തി. ഉള്ളിലെ ഭീതി വെളിയിൽ കാണാതിരിക്കാൻ വിശാലാക്ഷി അമ്മ പാടുപെട്ടു. തലേ രാത്രിയിൽ നടന്ന കാര്യം അമ്മയോട് മകൾ പറഞ്ഞാൽ? മോളെവിടെ? ചെന്നപാടെ രാജലക്ഷ്മി ചോദിച്ചു. മഞ്ജരി മോൾ മുകളിലുണ്ട്. അച്ഛനും അമ്മയും വരുമെന്നറിഞ്ഞ് വലിയ സന്തോഷത്തിലാ, വിശാലാക്ഷി അമ്മ പറഞ്ഞു. നീ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ വിശാലം, പ്രഭാകരൻ പിള്ള നിർദ്ദേശം കൊടുത്തു. വേണ്ട ചേച്ചി, അവൾ വരട്ടെ. അവർ 4 പേരും സംസാരിച്ചിരുന്നപ്പോൾ സ്റ്റെയർ ഇറങ്ങി ആദ്യം ജയമോഹനും പിന്നാലെ മഞ്ജരിയും വന്നു. അവൾ രാവിലെ കുളിച്ച് വസ്ത്രം മാറിയിരുന്നു. മുടിത്തുമ്പും കെട്ടിയിട്ട് തുളസിക്കതിർ ചൂടി നെറ്റിയിൽ ഭസ്മക്കുറിയും. രാജലക്ഷ്മിയുടെ മനസ്സ് കുളിർത്തു. അമ്മയും അച്ഛനും വന്നിട്ട് ഒരുപാട് നേരമായോ? വണ്ടി വരുന്ന ശബ്ദം കേട്ടില്ല. ക്ഷമാപണ സ്വരത്തിൽ ജയമോഹൻ പറഞ്ഞു. ഇപ്പോൾ വന്നതേയുള്ളൂ ജയ, രാധാകൃഷ്ണൻ പറഞ്ഞു. മോളെ. രാജലക്ഷ്മി മഞ്ജരിയെ ചേർത്ത് പിടിച്ചു. അവർ സംസാരിച്ചിരുന്നപ്പോഴേക്കും വിശാലാക്ഷിയമ്മ എല്ലാവർക്കും ചായ കൊണ്ടുവന്നു. ഞങ്ങൾ വന്നത് മോളെയും മോനെയും വീട്ടിലേക്ക് ക്ഷണിക്കാനാ. സൗകര്യം പോലെ 2 ആളും വീട്ടിലേക്ക് വരണം. രാധാകൃഷ്ണൻ കാര്യത്തിലേക്ക് കടന്നു. നാളെ ചൊവ്വയല്ലേ, നല്ല ദിവസമല്ല. മറ്റന്നാൾ വരട്ടെ അവർ, പ്രഭാകരൻ നായർ പറഞ്ഞു. എന്തിനാ നീട്ടിവെക്കുന്നേ? ഇന്ന് തിങ്കളല്ലേ, ഇന്ന് ഉച്ചതിരിഞ്ഞ് അവർ പോട്ടെ. അതായിരുന്നു വിശാലാക്ഷി അമ്മയുടെ അഭിപ്രായം. ഇന്നലെ രാത്രിയിൽ നടന്നത് ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് അവർ അങ്ങനെ പറഞ്ഞത്. മഞ്ജരിയുടെ വീട്ടിലാകുമ്പോൾ ജയൻ്റെ തോന്നിയാസങ്ങളൊന്നും നടക്കുകയില്ല. അത് ശരിയാ, ഇന്ന് തന്നെ വരട്ടെ അവർ. രാജലക്ഷ്മിക്ക് സന്തോഷമായി. ജയമോഹനും മഞ്ജരിയും പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. തന്നെയുമല്ല, 2 ദിവസം അവർ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞു വന്നാൽ മതി. വ്യാഴാഴ്ച നല്ല ദിവസമാ, വിശാലാക്ഷി അമ്മ വീണ്ടും പറഞ്ഞു. അതൊക്കെ അവരുടെ സൗകര്യം പോലെ ചെയ്യട്ടെ, നമ്മളൊന്നും പറയണ്ട. ആ തീരുമാനത്തിൽ ഇടപെടാൻ പ്രഭാകരൻ നായർ ആഗ്രഹിച്ചില്ല. ഊണ് കഴിഞ്ഞ് പോകാമെന്ന് വിശാലാക്ഷിയമ്മ പറഞ്ഞിട്ടും രാധാകൃഷ്ണനും രാജലക്ഷ്മിയും ഇരുന്നില്ല. പോണം ചേച്ചി, അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, രാജലക്ഷ്മി പറഞ്ഞു. അവർ പ്രത്യേകിച്ച് ഒന്നും മഞ്ജരിയോട് ചോദിച്ചില്ല. മോൾ വീട്ടിലേക്കിന്ന് വരുമല്ലോ, അപ്പോൾ സംസാരിക്കാം.
അവർ വീട്ടിൽ ചെന്നപ്പോഴേക്കും മഞ്ജരിയുടെ മുറി വിലാസിനെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചു കഴിഞ്ഞിരുന്നു. മേശപ്പുറത്ത് നിന്ന് പുസ്തകങ്ങളും ബുക്കുകളും എടുത്തു മാറ്റി. ബെഡിൽ പുതിയ ഷീറ്റ് വിരിച്ചു. എല്ലാറ്റിനും അടുക്കും ചിട്ടയും വരുത്തി. ജയമോഹൻ എന്തൊക്കെ കറികളാവുമോ ഇഷ്ടം? വിലാസിനി സംശയം പ്രകടിപ്പിച്ചു. കുറച്ച് നോൺ വെജ് ഉണ്ടാക്കണം ചേച്ചി. ചിലർക്ക് ഇറച്ചിയോ മീനോ ഇല്ലാതെ ഒരു ഉരുള ചോറ് പോലും ഇറങ്ങത്തില്ല. ജയനും അങ്ങനെയാണോ എന്നറിയില്ലല്ലോ. രാധാകൃഷ്ണനെ മാർക്കറ്റിലൊന്ന് വിടണം. വാങ്ങേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിത്തരാം, വിലാസിനി പറഞ്ഞു. മഞ്ജരിയും ജയമോഹനും വീട്ടിലെത്തും മുമ്പേ അവരുടെ വിരുന്നിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അന്ന് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് രണ്ടുപേരും വന്നപ്പോൾ കാറിൽ നിന്നിറങ്ങിയ മഞ്ജരി ഇന്നലെ കണ്ട പെണ്ണായിരുന്നില്ല. സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയ വിവാഹിതയായ ഒരു സ്ത്രീ. കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ചിരുന്ന സൂട്ട് കേസും ബാഗും എടുത്തുകൊണ്ടാണ് ജയമോഹൻ വന്നത്. സൂട്ട് കേസിൽ ഭദ്രമായി വെച്ചിരുന്ന കുപ്പികൾ കിലുങ്ങി ശബ്ദമുണ്ടാകാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. മോന് ചായയാണോ കാപ്പിയാണോ വേണ്ടത്? ബാഗും സൂട്ട് കേസും മഞ്ജരിയുടെ മുറിയിൽ കൊണ്ടുചെന്ന് വെച്ചിട്ട് വന്നപ്പോൾ രാജലക്ഷ്മി അയാളോട് ചോദിച്ചു. ചായ മതി അമ്മേ, അയാൾ പറഞ്ഞു. പകൽ ചായ രാത്രിയിൽ. അമ്മ പോയപ്പോൾ മഞ്ജരി ശബ്ദം താഴ്ത്തി അയാളോട് പറഞ്ഞു. അയാൾ അവളെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അച്ഛന് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഇവിടെ വെച്ച് മദ്യപിക്കരുത്, അവൾ മുന്നറിയിപ്പ് കൊടുത്തു. എങ്കിൽ നാളെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ഞാനും കൂടെ വരുമെന്ന പ്രതീക്ഷ വേണ്ട, അവൾ പറഞ്ഞു. ഡൈനിങ് ടേബിളിൽ ചായയും പലഹാരങ്ങളും നിരന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വലിയമ്മയുടെയും മുന്നിൽ അവൾ സന്തോഷവതിയായി അഭിനയിച്ചു. ഞാൻ ഇന്ന് വലിയമ്മയുടെ മുറിയിലാണ് കിടക്കുന്നത്. സന്ധ്യ കഴിഞ്ഞപ്പോൾ ജയമോഹനോട് മഞ്ജരി പറഞ്ഞു. അതെന്താ? എനിക്ക് പീരിയഡ്സ് ആയി. വിശ്വാസം വരാതെ അയാൾ അവളെ നോക്കി. പീരിയഡ്സ് ആയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഭർത്താവിൻ്റെ മുറിയിൽ ഭാര്യ ഉറങ്ങാറില്ല. രാത്രിയിൽ ശല്യമില്ലാതെ ബ്രാൻഡി കഴിക്കാമല്ലോ എന്നാണപ്പോൾ ജയമോഹൻ ചിന്തിച്ചത്. വിലാസിനിയോട് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഇത്ര നേരത്തെയോ മോളെ? അതേ വലിയമ്മേ, സാധാരണ വരുന്നതിലും 4-5 ദിവസം നേരത്തെയായി. ടെൻഷനൊക്കെ ഉണ്ടായാലും അങ്ങനെ സംഭവിക്കാമല്ലോ. അത് നേരാ. ഒരു കണക്കിന് ഇന്ന് വന്നത് ഒരു ഭാഗ്യമാ മോളെ, വിവരമറിഞ്ഞപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു. അതെന്താമ്മേ? ഇന്നലെ ആയിരുന്നെങ്കിലോ? അതൊരു അപശകുനമായേനെ. അപശകുനം അത് ഇന്നലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു അമ്മേ എന്ന് അവൾ പറഞ്ഞില്ല. രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ രഹസ്യമായി ജയമോഹൻ 2 ലാർജ് വോഡ്ക അകത്താക്കി. അതാകുമ്പോൾ വലിയ ഗന്ധമൊന്നും അനുഭവപ്പെടുകയില്ല. ഗുഡ് നൈറ്റ് സർ, നാളെ രാവിലെ കാണാം, വിലാസിനിയുടെ മുറിയിലേക്ക് പോകും മുമ്പ് മഞ്ജരി ചെന്ന് ജയമോഹനോട് പറഞ്ഞു. ഞാൻ നിന്റെ സാറല്ല, അയാൾ തിരുത്തി. സോറി, പെട്ടെന്നൊരു മാറ്റം അത്ര എളുപ്പമല്ലല്ലോ സാറേ. ഇന്നലെ വരെ സാറേന്ന് വിളിച്ചിട്ട് ഉടനെ ചേട്ടനെന്നൊക്കെ വിളിക്കാൻ നാവു അഴങ്ങുകയില്ല. അയാൾ ഒന്നും മിണ്ടിയില്ല. അവൾ വലിയമ്മയുടെ മുറിയിലേക്ക് പോയി. ഉറങ്ങാൻ കിടന്നപ്പോൾ ജയമോഹനെക്കുറിച്ച് വിലാസിനി ബുദ്ധിപൂർവ്വം പലതും അറിയാനായി ചോദിച്ചെങ്കിലും അവൾ ഒന്നും വിട്ടു പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ വളരെ വൈകിയാണ് ജയമോഹൻ ഉണർന്നത്. മഞ്ജരി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവളുടെ പ്രിയപ്പെട്ട ചെടികളും അവയിൽ വിരിഞ്ഞ പൂക്കളും പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗേറ്റിന് വെളിയിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നത്. ഓട്ടോയിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് വന്നു. കറുത്ത് തടിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ. ജയമോഹൻ സാറുണ്ടോ ഇവിടെ? അയാൾ ചോദിച്ചു. ഉണ്ട്. മഞ്ജരിക്ക് അത്ഭുതം തോന്നി. ഇയാൾ എങ്ങനെ അറിഞ്ഞു സാർ ഇവിടെ ഉണ്ടെന്ന്? ആരാണിയാൾ? സാറിനെ ഒന്ന് വിളിക്കാമോ? ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. ആരാണെന്ന് പറയണം, അവൾ ചോദിച്ചു. ഓട്ടോ ഡ്രൈവർ സതീശനാണെന്ന് പറഞ്ഞാൽ മതി, സാറ് വരും. മഞ്ജരി അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ പുഞ്ചിരിച്ചു. അടുത്ത ഭാഗം നാളെ.